പകൽക്കിനാവൊരു പക്ഷി, എൻ പകൽക്കിനാവൊരു പക്ഷി, പകൽക്കിനാവൊരു പക്ഷി. പറന്നു പറന്നു പാറി നടക്കും പകൽക്കിനാവൊരു പക്ഷി. പറന്നു പറന്നു പാറി നടക്കും പകൽക്കിനാവൊരു പക്ഷി, പകൽക്കിനാവൊരു പക്ഷി. വിണ്ണിലുള്ളൊരു വൃന്ദാവനിയിൽ വിരുന്നിനെന്നും പോകും. മൗനവേദന മൂടുവാൻ സ്വയം മറന്നു മറന്നു പാടും പകൽക്കിനാവൊരു പക്ഷി. കാത്തിരിക്കാനിണയില്ലാത്ത കാട്ടുമൈനയെ പോലെ, കാത്തിരിക്കാനിണയില്ലാത്ത കാട്ടുമൈനയെ പോലെ, ചേക്കിരിക്കാൻ കൂടില്ലാതെ ചിറകൊടിഞ്ഞു വീഴും പകൽക്കിനാവൊരു പക്ഷി. ഒന്ന് മാറി നിൽക്കടോ. മാറിനടാ എല്ലാരും. എന്താ പ്രയാസമാണോ? സുകുമാരൻ, അതൊന്ന് കരക്കി കേൾക്കണമല്ലോ. ആരുണ്ട്? നോക്കാം സാർ. എന്റെ പൊന്നു സാറേ, എന്നെ കൊണ്ടാവേ എന്ന് പറഞ്ഞാ പറ്റുമോ? ഈ വയ്യാവേലി എങ്ങനെയെങ്കിലും കരക്കി വിളിച്ച് കേട്ടണ്ടേ? കിടന്നാ നാർന്ന നിങ്ങൾക്ക് തന്നെയാ. എടാ തങ്കപ്പാ, നീ ഒന്ന് ഇറങ്ങിക്കാടാ. ചില്ലറ വല്ല ഒപ്പിക്കാടാ. ചീഞ്ഞളിഞ്ഞ വകുപ്പാ സാറേ ഇത്. തൊട്ടാ മേത്തൊട്ടു. എന്നാ കിട്ടിയാലും എന്നെ കൊണ്ട് പറ്റൂല. ചാക്കോ വിചാരിച്ച സംഗതി നടക്കും. അവൻ നീർക്കുതിരയാ. അത് ശരിയാട്ടോ. ആ ചാക്കോ, നീ ഉണ്ടോടാ ഇവിടെ? ആ ശവം ഒന്ന് ഇറങ്ങി എടുത്തേ. 25 രൂപ കിട്ടൂടാ. ആട്ടെ, ഒരു കൊല പഴം മുഴുവൻ നിനക്ക് മേടിച്ചു തന്നേക്കാം. ആ രാമേഷന്റെ കടയിൽ ഇരിക്കുന്ന പഴം മുഴുവൻ നിനക്ക് മേടിച്ചു തന്നേക്കാം. ആ ഇറങ്ങിയെടുത്താൽ, എളുപ്പം ഇറങ്ങിയെടുത്താൽ. ഒരു കൊല മുഴുവൻ തരുമോ? തരാന്നേ. എടാ തരാന്ന്. എളുപ്പം ഒന്ന് ഇറങ്ങിയ.
പഴക്കൊലതാ പഴക്കൊല നല്ല പഴക്കൊല നമുക്ക് മുഴുവൻ തിന്നണം. സിന്ദാബാദ് സിന്ദാബാദ് ചാക്കോച്ചൻ സിന്ദാബാദ് ഊളൻ ചാക്കോ സിന്ദാബാദ് നമ്മുടെ ചാക്കോ സിന്ദാബാദ് ചാക്കോച്ചൻ സിന്ദാബാദ് 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 ചാക്കോച്ചൻ സിന്ദാബാദ് ഊളൻ ചാക്കോ സിന്ദാബാദ് നമ്മുടെ ചാക്കോ സിന്ദാബാദ് ചാക്കോച്ചൻ സിന്ദാബാദ് സിന്ദാബാദ് ചാക്കോച്ചൻ സിന്ദാബാദ് ഊളൻ ചാക്കോ നാണിപ്പെടുത്തി കൊടുത്താക്കട്ടെ. നിന്റെ തന്തയ്ക്ക് കൊണ്ട് കൊടുക്കടാ പാറട്ടെ. അങ്ങോട്ട് പിടിക്കുവങ്ങളെ. ചാന്തയ്ക്ക ആറ്റീന്ന് ചവെടുത്ത് കൊടുത്തപ്പോ കിട്ടിയതാ. വേണ്ട വേണ്ട, അതങ്ങ് മടിക്കുത്തിലിട്ടേരെ. ഇവിടെ ആർക്കും കൊതിയൊന്നുമില്ല. എടാ ഒടിച്ചോത്തി, നീ എന്റെ അടുത്ത് നല്ലത് കേക്കും. നിന്റെ കപ്പടക്കളിയും ചവിട്ടി ഓടിക്കും പറഞ്ഞേക്കാം. ഓടിക്കല്ലേ, വളയ്ക്കേ ആകാവൂ. കാളിയമ്മേ, കരി അടങ്ങണേ. അമ്മേ ഒന്നും മിണ്ടായിരുന്നേ, നമുക്ക് പോവാം. മേച്ചിട്ടുണ്ട് വരാനേ. സിന്ദാബാദ് സിന്ദാബാദ് ഊളൻ ചാക്കോ സിന്ദാബാദ് നമ്മുടെ ചാക്കോ സിന്ദാബാദ് 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 ചാക്കോച്ചൻ സിന്ദാബാദ് നീർക്കൂര ചാക്കോ സിന്ദാബാദ് 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 ഊളൻ ചാക്കോ സിന്ദാബാദ് 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 ചാക്കോച്ചൻ സിന്ദാബാദ് വേണ്ടേ മേരിക്കുട്ടിയുടെ ചേട്ടായി ചേട്ടായി. മേലുകുട്ടി ഇഷ്ടം പോലെ തിന്നു. ഒന്ന് എന്റെ കൂട്ടാരിക്കും കൊടുത്തു. അടിച്ചു വിട്ടു. നമ്പർ 1 പഴവാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നമുക്ക് വീട്ടിലേക്ക് പോകാൻ ചേട്ടായി. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. സിന്ദാബാദ് സിന്ദാബാദ് ചാക്കോച്ചൻ സിന്ദാബാദ് വയറൻ ചാക്കോ സിന്ദാബാദ് ഊളൻ ചാക്കോ സിന്ദാബാദ് നമ്മുടെ ചാക്കോ സിന്ദാബാദ് ചാക്കോച്ചൻ അപ്പച്ചനാ തന്തയിലെ കഴിവ് മക്കളെ. എന്താ നടക്കൂത്താട്ടം? വണ്ടി കടവെക്കല്ലോ നായിന്റെ മക്കളെ. എന്ത് കൂത്താടാ മുടിഞ്ഞ സന്തതി. തന്തയ്ക്ക് തലവെച്ച് കൊടുക്കാണോ ബസ്കൂരി? നിന്നെ ഞാൻ ഒടിച്ചുത്തി ചേട്ടാ, നിന്നെ തന്നെ നിന്നെ എന്നെ കൈ കിട്ടും കേട്ടോ. ഏട്ടങ്ങനെ കയറി നിൽക്കാനേ പറഞ്ഞേ. നീ അങ്ങ് വന്നേരെ, റോഡിലിട്ട് ഞാൻ അരച്ചു തെറിപ്പിക്കും. നോക്കാനൊന്നുമില്ല, ക്ലീനാ. ഒരെണ്ണം കൂടെ. രണ്ടെണ്ണോ ഇന്ന് തൊലയേണ്ടതായിരുന്നു. ആരാ? നിന്റെ ചട്ടനും എന്റെ പൊട്ടനും. എന്തു പറ്റി? ഞാൻ ആ കാവുങ്ക കയറ്റം കയറി വരും. വഴിയുടെ ഒത്ത അടുക്കൊരു ആൾക്കൂട്ടം. ഞാൻ വിചാരിച്ചു വല്ല സമരക്കാരുവാണെന്ന്. ഒന്ന് വെട്ടിച്ച് ആലൊന്ന് ചവിട്ടി. ഭാഗ്യത്തിന് വണ്ടി നിന്നു. പിന്നല്ലേ അലവലാദികളാണെന്നറിയുന്നത്. എന്റെ മുടിഞ്ഞ സന്തതിയാ ഒന്നാം ക്യാപ്റ്റൻ. നിന്റെ മകനാ ഒന്നാം സുബേദാറും. ഞാൻ അറിഞ്ഞു മത്തായിച്ച. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. പിള്ളേരെ ഈ ഒട്ടക്കുഴ ശിഷ്ടത്തി പിറകെ പിറകെ ചാടിച്ച് ചാടിച്ച് വിട്ടാ പോരാ. ചൊല്ലി വിളിക്ക് വളക്കണം. അത് തന്നെ ഞാൻ അങ്ങോട്ടും ചോദിച്ചാലോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഒന്നാം കെട്ട് വന്നേ ചോയ സമ്മാനമാ. അവിടെ കടന്നു പോവുകയും ചെയ്തു. 10 പൈസ ഉണ്ടാക്കാനാ ഞാൻ പട്ടാളത്തിൽ പോയി. തിരിച്ചു വരുമ്പോഴല്ലേ ആനവായും പിടിച്ചോണ്ട് മുതുകഴി വരി അടുക്കള ചാടുന്നു. വരൂ
മധുരം തുള്ളി തരൂ. പിന്നെ അമ്മ പറഞ്ഞു ഒന്നുകൂടെ കെട്ടണം. കെട്ടി ഒട്ടും പാട്ടും ഇണക്കിട്ട് മൂപ്പത്തി സ്ഥലം വിട്ടു. വെളുക്കാൻ തേച്ചത് പാണ്ട്. രണ്ടാനമ്മയ്ക്കാണെങ്കിൽ ചാക്ക ഒരു ചക്കരവല്ലം പോലെ എന്ത് കാണിച്ചാലും അതെന്റെ ഭവാനി വീട്ടിൽ പറയാറുണ്ട്. പെറ്റമ്മയേക്കാൾ കാര്യമായിട്ടാണ് അവര് യാക്കോച്ചനെ നോക്കുന്നതെന്ന്. ഇനിയും വേണം. വേണ്ട വേണ്ട, നമ്മുടെ കോട്ട കവറായി. നിനക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ പാക്കറിനെ ഒന്ന് പിടിച്ചു നിർത്തും. നീയും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. ഞാൻ പറഞ്ഞില്ലേ. നിർത്ത്, ഇല്ലെങ്കിൽ പണിയുണ്ട്. ഇനിയും വരും. രണ്ടിനെയും ഞാൻ വണ്ടി കെട്ടി അടിക്കും, നോക്കിക്കോ. നമസ്കാരം സാർ. നമസ്കാരം. മത്തായി ലോറിയും കൊണ്ട് പോയതായിരിക്കും. അതെ സാറ് നടക്കാനിറങ്ങി വീട്ടിലേക്കല്ലേ? അതെ. എങ്ങനെയുണ്ട് മത്തായി ലോറി ഏർപ്പാടൊക്കെ? മോശമില്ല സാർ, കുറെയൊക്കെ ഓട്ടമുണ്ട്. പിന്നെ സീസൺ ആകുന്നല്ലേ ഉള്ളൂ. ഇനി അല്പം നിയന്ത്രണം കൂടി വന്നാൽ മതി. മനസ്സിലായല്ലോ? ഒവ്വ ഒവ്വ, കുറച്ച് വരികയാണേ. നല്ലത്. എന്നാൽ ഞാൻ വരട്ടെ. ഓ, മേരുകുട്ടി, എടേ മേരുകുട്ടി, നീ എന്നെ അവിടെ പെറ്റി കിടക്കുകയാണോ? അതിനവള് കൊച്ചല്ലേ, പെറ്റുകടക്കാറായില്ലല്ലോ. ഇന്നും കുതിരപ്പുറത്ത് തന്നെയാണല്ലോ വരവ്. പള്ളക്കുടം വിട്ട് വന്നാ വല്ലതും വായിക്കണമെന്ന് ആ പെണ്ണോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അവൾ ഇതുവരെ ഇവിടുന്ന് കണക്ക് ചെയ്യുമായിരുന്നു. സൈഡ് കൊടുത്തോ, മോള് കയറി പൊക്കോട്ടെ. സൈഡ് കൊടുക്കുന്നതല്ല. സൈഡ് മേടിച്ച് കയറിപ്പോയ ഒരുത്തന് ആ വഴിയിൽ നിന്ന് തുള്ളുന്നുണ്ട്. ഞാൻ വരുമ്പോ മൂത്ത സന്തതി. ചാക്കോച്ചനല്ലേ? അതെ, പൂക്കോച്ചൻ. മേരിക്കുട്ടി പറഞ്ഞായിരുന്നു. കാല് തല്ലി ഒടിച്ച് ഇവിടെ ഇടണം. എന്തായാലും ചെലവ് കൊടുക്കണമല്ലോ. ഇത് കുറച്ച് കരിമീനാ. നിന്റെ ആ കടപ്പാമറ്റ സ്റ്റൈലിലൊന്ന് വാർത്തേരെ. ആരാടി അവിടെ? നീ എവിടെ എല്ലാം എടുക്കുമായിരുന്നു? ഞാനിവിടെ പെറ്റി കിടക്കുവാ. അവൻ ആ പ്രേതം വലിച്ചു കയറ്റി കരയ്ക്ക് കൊണ്ടുവന്നപ്പോ കണ്ടുവന്ന ഞങ്ങളുടെ എല്ലാം തൊലി ഉരിഞ്ഞു പോയി മത്തായിച്ച. ഒന്നുമല്ലേലും ഈ തറവാടിന്റെ പേരെങ്കിലും നോക്കണ്ടായിരുന്നു. ആ, ഞാൻ പോകും. എന്താടി ചേട്ടായിയെ തല്ലരുത്. നീ വക്കാലം കൊണ്ട് വന്നിരിക്കാം. കൂട്ടുകാരെല്ലാരും കൂടെ ചേട്ടായിയെ പിടിച്ചിറക്കിയതാ. ഒടിയാകട്ടെ.
അമ്മച്ചി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പൂച്ച എന്തോന്നാ ചാക്കോ ഇത്? നാശമാക്കിയല്ലോ. വെള്ളം കുടിക്കാൻ എടുത്താ കുഞ്ഞമ്മ വിട്ടുപോയി. വേണ്ട വേണ്ട, അവിടെ കിടന്നോട്ടെ. നീ അങ്ങ് മാറി നിൽക്കേ. എന്തോ നാടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. വിശന്ന് പ്രാണം പൊളിഞ്ഞിട്ടാ കുഞ്ഞമ്മ ചോറെടുത്ത. കൂട്ടാനും ഒഴിച്ചു, മീൻ വറുത്തും എടുത്തു. നല്ല അവിയല. നിനക്കൊരു പാത്രത്തിൽ വിളമ്പി ഉണ്ണാൻ മേലായിരുന്നു. ഞാൻ ഇതിന് എങ്ങനെയാ വിളമ്പി കൊടുക്കുന്നേ? ചേട്ടായി, അപ്പച്ചൻ വരുന്നു. കുഞ്ഞമ്മ പേടിക്കണ്ട, ഞാൻ പോവാ. എവിടെയോ ആ നാറി കഴിവറി, ആ ഒടുക്കത്തെ സന്തതി ഇന്ന് അവന്റെ കൊലച്ചോറ. പോയോ? ചേട്ടാ ഇപ്പൊ അക്കരെ പറ്റിയിട്ടുണ്ട്. പട്ടി ഇനി വന്നേക്കട്ടെ, കൊന്നു കുഴിച്ചു കൂടുന്നുണ്ട്. മക്കൾ ഉണ്ടേലും ദുഃഖം, ഇല്ലെങ്കിലും ദുഃഖം. ചോറ് ഇനിയുണ്ട് അമ്മച്ചി. ചേട്ടായി കുറച്ചേ ഉണ്ടുള്ളൂ. നിന്റെ തക്കാളിക്കറി ഊഗ്രായിരിക്കുന്നു. അപ്പിടി എരിവാ. ആ മോളെ, എരിവില്ലാത്ത കറി, നെറിവില്ലാത്ത ബന്ധു, വഷണ. നീ നോക്ക് ചോറിട്ടോളൂ. എനിക്ക് വേണ്ട, മതി. വേണ്ടമ്മച്ചി, വയറ് പെട്ടി പോലെ വീറി. ഒരു ഉള്ളോടി മോളെ. വേണ്ട. ഇട്ടുകൊടുക്കടി. വേണ്ട. വേണ്ടെങ്കിൽ എണ്ണീറ്റ് പോയി കൈ കഴുക. മതി മതി. എണീറ്റ് പോയി കൈ കഴുകടി. ആഹാ, അത് അവളുടെ അവകാശ. പെൺപിള്ളേർക്കേ തറവാട്ട് ചോറാ തലച്ചോറ്. പിന്നത്തേതോ? പിന്നത്തേതൊക്കെ കണക്കാ. മേരിക്കുട്ടി, ഇത് ആർക്ക് വെച്ചിരിക്കുവാ? ഈ പാത്രം എടുത്തോണ്ട് കഴുകി വെക്കേ. നീ ഒരു ഗുണമുള്ള ചെകുത്താന. നീ ഒരു കൈവെടുപ്പുള്ള ഒരു കഴുതിയാ. ഇത് എന്നാ കളിയാ പെണ്ണ്? വല്ലാത്ത ശ്വാസം മുട്ടല്. ഒന്ന് പോ അവിടുന്ന്. കേട്ടോടി, ലോറി വിറ്റിട്ടാണേലും കൊള്ളാം, നിനക്ക് രണ്ട് വലിയ ചട്ട വാങ്ങിച്ചു തരുന്നുണ്ടോ? ഇത്തവണ വണ്ടിയുടെ സി സി അടയ്ക്കാൻ പൈസ തികയുന്ന മട്ടില്ല. ഓട്ടമില്ലേ? എവിടുന്നാ ഓട്ടം? എല്ലാം കൂടി ഈ ആഴ്ച ഇന്ന് ഒരെണ്ണം കിട്ടുന്നു. പിന്നെ എന്നാ ചെയ്യും? പൈസ എങ്ങനെയും ഉണ്ടാക്കാം, പക്ഷെ മനസ്സമാധാനം കണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇത്ര സമാധാനക്കേട് എന്നാ? ഞാൻ ആ ചെറുക്കന്റെ കാര്യം ഓർക്കുക. കവല വെച്ച് ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ തീയ. അവനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുകയാണെന്ന് എന്റെ വിചാരം. ഓരോ കൂട്ടം വരുത്തി വെക്കുക. നാളെത്രയായി ആ കുരിശുപള്ളിയിലെ പെരുന്നാളേറ്റിട്ട്? ഇതുവരെ നടത്തിയോ?
എന്താ മോളെ? അയ്യോ എന്നെ ഏതാണ്ട് കടിച്ചേ. എന്നെ ഏതാണ്ട് കടിച്ചേ. അയ്യോ ഇവിടെ പൊള്ളുന്നേ. അയ്യോ മോള് ബഹളം കൂട്ടാതെ നീ അവിടെയൊക്കെ നോയിക്കടി, എന്താണെന്ന് അറിയാമല്ലോ. അമ്മച്ചിയെ. ആ, ദാ, ഒരു പൂച്ചയാ. പായും പതുപ്പും ഒക്കെ കുടഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയാറില്ലേ? സാരമില്ല, പോട്ടെ. അവൾ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ച ആറ്റിന്ന് വല്ല ജീവനെയും കയറി പിടിച്ചതാണെന്ന്. അവള് കൊച്ചല്ലേ? ഒടിഞ്ഞു പോകാൻ വീഡിയോ എടുത്തില്ല. മോൾ ഉറങ്ങാടി? ഇല്ല വേദനിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെന്തിയാ ഉറങ്ങാത്തെ? ഉറക്കം പോയി. എല്ലാം തലതിരിഞ്ഞാണ്. മക്കളുള്ളത് കിഴക്കനാൻ പാട്, ഭാര്യ ഉള്ളത് കിക്കി കിക്കി. ഒടുക്കത്തെ പൂച്ചി കുത്തോട് കുത്ത്. ചേട്ടാ എവിടെ പോയതാ രാത്രിയില്? ഉറങ്ങാൻ പോയി. എവിടെ? കവത്തി വെച്ച വള്ളത്തിന്റെ മുകളില്. ആ, വന്നോ? അതെങ്ങനെ? വിറക് മുഴുവൻ നനഞ്ഞു വെള്ളം കോരി ഒഴിച്ചിട്ട്. കുഞ്ഞമ്മേ, എന്നാടാ? എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിലേ ഇത്തിരി കഴിയട്ടെ. ഞാൻ ഈ തീ ഒന്ന് പിടിപ്പിക്കട്ടെ. കഞ്ഞി ഇപ്പൊ വേഗം. നീ എന്നാ ചാക്കോ ഈ കാണിക്കുന്നേ? കട്ടൻ കപ്പയാ. ഛർദിച്ച് നിന്റെ കൊതി തീരും. എണീറ്റ് പോ. എനിക്ക് വിശക്കുന്നു. വയറ്റ് തീയാ. ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. എണീക്കടാ. ഞാൻ ഇപ്പൊ അപ്പച്ചനെ വിളിക്കും. ഇന്നലത്തെ ബാക്കി ഇവിടെ നടക്കും. വേണ്ട കുഞ്ഞമ്മേ. എന്നാ കുറച്ച് പഴകഞ്ഞ വെള്ളം താ. അത് ഞാൻ കാടിയിൽ ഒഴിച്ചു. എവിടാ? കാടിയോ? ആ, എന്റെ പൊന്നും കൊടുത്ത് മോനെ ഇറങ്ങിയേച്ചു വാ. കുഞ്ഞമ്മ ഇപ്പൊ താഴാക്കാം. പറ്റുമെങ്കിൽ ആ പശുവിനെ ഒന്ന് അഴിച്ചു. അടിപൊളി തോടിക്കും പശുവിനെ. എന്നാ വേണ്ട, അപ്പുറത്ത് പോയിരിക്കും. ചെല്ലേ. മോൻ അങ്ങോട്ടിരുന്നാൾ. മോൻ എന്ത് നോക്കി നിൽക്കുക? അങ്ങോട്ടിരുന്നാട്ടെ. ആ മോൻ എന്താ വേണ്ട? ഇഡലി. എത്ര എണ്ണം വേണം? 20. വയറ് കത്തുന്നു. എന്റെ മോനെ, ഇവിടെ ആകെ അത്രയും ചുട്ടില്ല. കൊണ്ടുവാ. ഈശ്വരൻ പിള്ളേ, ഇനിയും വേണം.
ഇച്ചിരി വേണ്ട. ഇനിയും വേണം. ഇഡലിതാ, കാശുണ്ട്. ഇപ്പൊ ഇത് മതി മോനെ, ബാക്കി നാളെ തരാം. ഇരിപ്പുണ്ടല്ലോ. എന്റെ പൊന്നു മോനെ, അതിവിടെ 1-2 പതിവുകാരുണ്ട്, അവർ കൊടുക്കാനേ ഉള്ളൂ. എന്നാ ദോശതാ. അതുമില്ല. രണ്ട് പരിപ്പോടാ. എടുത്തോ എടുത്തോ. അവന്റെ എടുത്തു. ഈശ്വരപ്പയുടെ കടയിൽ കൊണ്ടുപോയി ഇടയെ വാങ്ങിച്ചു തന്നു. നിന്നെ ഞാൻ ശരിയാക്കിയിട്ടുള്ള നിന്നെ ഇത് കൊന്നിട്ടുള്ള മരണറിയിട്ട മോനെ. എത്രയ്ക്കായോ ഇല്ല, മോനെ പറഞ്ഞു പോകത്തില്ല. നീ പോവുകയല്ലേ വളം വെച്ചു കൊടുക്കുന്നു. പകല് മുഴുവൻ തെണ്ടല്, രാത്രി കട്ടുതീറ്റി. ഈ തെണ്ടിയൊന്നും പാമ്പ് കടിക്കുന്നില്ലല്ലോ. എമ്പോക്കി വഴിയിൽ ഇറങ്ങാൻ മേലെന്നായി. ദോശ ആക്കി തരാമോ? പണ്ടി തള്ളിത്തരാം. പരിപ്പുടയും പഴവും വാങ്ങി തരാമോ? വിറക് ചുവന്ന് തരാം. പട്ടി ബാക്കിയാ. നിന്റെ കുഴിക്കാലത്ത് കരുതിക്കും. ഈ മുറ്റം വിട്ടിറങ്ങിപ്പോരുത്, പറഞ്ഞേക്കാം. ഇത് നിനക്ക് വാങ്ങിച്ചതാ. ചേട്ടായി, തൊട്ടിതാ, ഞാൻ വെള്ളം കൊണ്ടുവരാം. 10 തൊട്ടി കോരി നിന്റെ തലയിൽ വീഴാ ചൂലെ.
പകര മുണ്ട് മേടിച്ചതാ. മുണ്ടതാ. നോക്ക്, ആ മുണ്ടിഞ്ഞതാ. ഞാൻ കൊണ്ടുപോയി കൊടുത്തേച്ച് വന്നേക്കാം. നീ അലക്കാൻ തുടങ്ങിക്കോ, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. എന്താ ഇത്? ഇത് പെണ്ണുങ്ങളുടെ കടവല്ലേ? പൊക്കോളാം. കേറി പോകുന്നില്ലേ? അപകടത്തില. ആര്? എന്തു പറ്റി? ആ തന്റെ പിള്ളേർ എന്റെ മുണ്ട് പറിച്ചു കളഞ്ഞു. ഞാൻ നോക്കുമ്പോ മുണ്ടില്ല. അവര് കേറി പോവുകയും ചെയ്തു. ചിരിക്കാതെ, എനിക്ക് നാണം വരുന്നു. ചിരിക്കാതെ. എനിക്കൊരു മുണ്ടുക, ഞാൻ കേറി പൊക്കോളാം. ചിരിക്കാതെ, മുണ്ടുക. നോക്കല്ലേ. ആ മുണ്ടിഞ്ഞു കൊണ്ട് തരണേ. ആരാന്റെയാ? ആ തന്റെ ഉത്ത നല്ലോണം കശകടാ പോയി. വേട്ടാനെ, പക്ഷെ എന്നെ കയ്യിലുള്ള മുഴുവൻ പോയല്ലോ. ഇല്ലാത്ത കാശ് ഉണ്ടായിക്കൊണ്ട് വന്നത്. ഇന്ന് രാവന് കോളടിച്ചു. 20 അകം. 20 പുറം. 5 നേടി. എടാ ഒരു വീഡിയോ കാണുന്നടാ. അങ്ങനെ ഇപ്പൊ ഓസെ വലിക്കണ്ട. ഇന്ന് ഇവന് തന്നെയാണല്ലോ കോള്. എവനെയാടാ കാണി കണ്ടത്? നിന്റെ മൂപ്പസിനെയാടാ. ആ കിഴക്കേ കൊമ്പത്ത് അതിനപ്പുറത്ത്. ദാ അവനെ ഇനി പിടിച്ചു. 3 ഉണ്ട്. അവി തന്നെ അങ്ങോട്ട് കയറാൻ മേല, കൊമ്പൊടിയും. ഒന്ന് കേറി ചവിട്ടി അടുപ്പിക്കേ. ഒടിഞ്ഞാൽ ഒടിയട്ടെ. തൊട്ടുപോരും. അതങ്ങ് മനസ്സ് വെച്ചേരെ. രാജാവ് വീണത്. നിന്റെ അമ്മയുടെ നായരാ വീണത്. വയ്ക്കട അവിടെ. വിടറാ. കുത്തടാവനെ. കുത്താ വാടാ. ഏതവനടാ മൂക്കുന്നത്? ഈ എംബോക്ക് കള്ളക്കളി കാണിച്ചു. കളിച്ച് എന്നോടായോ? നക്കി, ഞാൻ കുറെ കണ്ടതാടാ. എന്തോന്നാണ് ചെറുക്ക ചൊറിഞ്ഞിളക്കുന്നത്? മേലേത്തെ കടയിലോട്ട് കെട്ടിയെടുത്തൂടെ? സാനിപ്പരത്തിക്ക് മീൻ വേണോ? നല്ല പിടയ്ക്കുന്ന മീൻ. എടാ വീരാ, ഇത്രേ ഉള്ളോ? ഇനിയും പിടിക്കാം.
ചാക്കോ? തുണി വിരിച്ചിട്ടിരിക്കുന്നത് കാണാൻ മേലെ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വേണ്ട വേണ്ട, അവിടെ ഇട്ടേരെ. ഈ വിമാനം എങ്ങനെയാ പറക്കുന്നേ? ഒന്ന് പറഞ്ഞേ. 3ാം ക്ലാസ്സിലെ 4 കൊല്ലം പഠിച്ചിട്ട് ഓർക്കുന്നില്ലേ? ഇല്ല. ആ, എന്നാൽ അറിയണ്ട. ഒന്ന് പറഞ്ഞേ. അതോ, അതിന് മുന്നിൽ പിടിപ്പിച്ചിട്ടുള്ള കാറ്റാടിയുടെ കറക്കം കൊണ്ടാ. യന്ത്രവും വേണം. താഴോട്ട് വീഴത്തില്ലേ? അത് കാറ്റാടിയുടെ ശക്തി കൊണ്ട് നിലയ്ക്ക് നിന്നോളൂ. അപ്പൊ എന്റെ തലേ കാറ്റാടി പിടിപ്പിച്ച മേലോട്ട് പൊന്തി പറക്കാൻ പറ്റുമോ? ഓ, പറക്കാം. എന്നാ അപ്പച്ചന്റെ ലോറിയിലും കാറ്റാടി പിടിപ്പിക്കാൻ പറയണം. ഇവിടൊക്കെ ഇങ്ങനെ വറന്ന് നടക്കാമല്ലോ. എന്നാടി ചോറുന്നാനാ? ചോറുന്നാനാ? ആണ്ട നോക്കി. അയ്യടാ കുഞ്ഞമ്മ നല്ല ശേല. നിങ്ങൾ എവിടെ പോവാ? നീയും കൂടെ വാ, പള്ളിയിലേക്കാ. നോമ്പുകാലമാ വരുന്നേ. റെഡി. ഈ വേഷത്തിലോ? ദേ, നിനക്ക് അപ്പച്ചൻ കൊണ്ടുവന്ന ഷർട്ടും കൊണ്ടുവാ. ഇതൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിക്കേ. ബെസ്റ്റ്. ഒന്ന് വേഗം വേണം കേട്ടോ. എന്തൊരു ചെടയാടി തലയില്. ഇന്നലെ കുളിച്ചതല്ലേ? കുഞ്ഞമ്മ കുഞ്ഞമ്മ തല കാണുന്നില്ല, ഓട്ട കാണുന്നില്ല. ഇങ്ങോട്ട് വാ. അതെങ്ങനാ? എല്ലാത്തിനും പടപടപ്പല്ലേ? രണ്ടും കൂടി ഇവിടെ നിൽക്കുവാന്നോ? അകത്ത് പോയി പ്രാർത്ഥിക്കാൻ മേലേ? എന്തുവാ പ്രാർത്ഥിക്കുന്നേ? എനിക്ക് നന്മ വരുത്തണേ, എല്ലാവർക്കും നന്മ വരുത്തണേ എന്നൊക്കെ. വാ. എന്നെ അനുഗ്രഹിക്കണമേ, എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നണമേ. കുഞ്ഞമ്മ, ഒരു മുഴുത്ത കപ്പളങ്ങ ഫലം കാക്ക കൊത്തിയതാ. ഞാൻ പറിക്കാം. വാടാ ഇങ്ങോട്ട്, അച്ഛനെ കണ്ടിട്ട് പോവാം. വാ. കുഞ്ഞമ്മ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കണ്ണു മറിഞ്ഞാ കളിക്കാൻ ഓടും. പിന്നെ ചേട്ടായിയെ മര്യാദ പഠിപ്പിക്കല അവളുടെ പ്രധാന ജോലി. ചാക്കോ, നീ പള്ളിയിലെങ്ങും വരാറില്ലേ? കാണാറില്ലല്ലോ.
നല്ല മുഴുത്ത പഴമാ, മുഴുവൻ കാക്ക കൊത്തി. എന്തോന്ന്? ആ കപ്പളത്തേല് നല്ല ചുടുചുടാ പഴുത്ത പഴം, കാക്ക കൊത്തി. നിനക്ക് വേണോ അത്? ആ കുരിയാച്ചോ, ആ മുറ്റത്ത് നിൽക്കുന്ന കപ്പളങ്ങാപ്പഴം പറിച്ചുകൊണ്ടുവരും. ഞാൻ പറിച്ചോളാം. ഇവനെ കൊണ്ട് മടുത്തച്ചോ. നാട് മുഴുവൻ ചുറ്റി നടക്കും. തിന്നാൻ കിട്ടിയാ മതി, എന്തും ചെയ്യും. അവൻ ഒരു പ്രത്യേക തരക്കാരനല്ലേ. ശരീരത്തിനൊത്ത് അവന്റെ ബുദ്ധി വളർന്നിട്ടില്ല. അതിന്റെ തകരാറാ. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പനാണെങ്കിൽ വഴക്കോട് വഴക്ക്. കൈ കിട്ടുന്നത് കൊണ്ട് തല്ലി ചതയ്ക്കും. പിടിവിട്ട് കഴിഞ്ഞാലോ പണ്ടത്തേന്റെ പിന്നത്തേതാ. മത്തായി ചേട്ടന്റെ ശിക്ഷയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാണ്. എന്നും ഓരോ കുറ്റവും വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. പിന്നെ വിളിയായി, വഴക്കായി, അടിയായി. എന്റെ അച്ചോ, എന്റെ മനസ്സ് തകർന്നു പോകും. ഞാനിടയിൽ ചാടും. എന്നാലും നിർത്തുവോ? ഇല്ല. പതറാതെ നിൽക്ക്. തമ്പുരാൻ കൂട്ടുണ്ട്. തൊട്ടതേ താഴെ വീണു. നല്ല കടും മധുര. എന്തോ നടാ ഇത്, തുടച്ചു കള. ഇവന്റെ തലയിൽ അത്രയും പിശാചുക്കള. അച്ഛനൊന്ന് തൊട്ടനുഗ്രഹിക്കണം. ഇങ്ങോട്ട് അടുത്ത് നിന്നേ ചാക്കോ. അവൻ ഒരു കുഴപ്പവുമില്ല. നേരത്തെ കാലത്ത് വല്ലതൊക്കെ നിറച്ച് കൊടുത്തേച്ചാ മതി, അല്ലേടാ? പിന്നെ സർക്കിട്ടും ഒക്കെ കുറച്ച് വീട്ടിൽ വല്ല പണി നോക്കണം. അപ്പച്ചനെയും കുഞ്ഞമ്മയും സഹായിക്കണം. വണ്ടിക്ക് വെള്ളം ഒഴിക്കുന്നതും കഴിവുന്നതും എല്ലാം ഞാനാ. അപ്പച്ചൻ തൊടിയിക്കില്ല. അല്ലേ പണ്ടേ ഓടിക്കായിരുന്നു. അതൊക്കെ പതുക്കെ മതി. നീ എന്നും പള്ളി വരണം. ഇത് നിനക്കും. മത്തായി ചേട്ടനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയണം. സൗകര്യം പോലെ കണ്ടാ മതി. പറയാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛനോട് പറഞ്ഞോ? പോവാ, പിന്നെ വരാം. പകൽ കിനാവൊരു പക്ഷി, പകൽ കിനാവൊരു പക്ഷി, എൻ പകൽ കിനാവൊരു പക്ഷി, പകൽ കിനാവൊരു പക്ഷി, പറന്നു പറന്നു പാറി നടക്കും പകൽ കിനാവൊരു പക്ഷി, പകൽ കിനാവൊരു പക്ഷി. വിണ്ണിലുള്ളൊരു വൃന്ദാവനിയിൽ വിരുന്നിനെന്നും പോകും, വിണ്ണിലുള്ളൊരു വൃന്ദാവനിയിൽ വിരുന്നിനെന്നും പോകും. മൗനവേദന മൂടുവാൻ സ്വയം മറന്നു മറന്നു പാടും പകൽ കിനാവൊരു പക്ഷി. ദൂരെ ദൂരെ നഭസിൽ പൂക്കും മാരിവില്ലിൻ കൊമ്പിൽ, ദൂരെ ദൂരെ നഭസിൽ പൂക്കും മാരിവില്ലിൻ കൊമ്പിൽ,
പഞ്ഞരങ്ങൾ തേടും പകൽ കിനാവൊരു പക്ഷി. കാത്തിരിക്കാനിണയില്ലാത്ത കാട്ടുമൈനയെ പോലെ, കാത്തിരിക്കാനിണയില്ലാത്ത കാട്ടുമൈനയെ പോലെ, ചേക്കിരിക്കാൻ കൂടില്ലാതെ ചിറകൊടിഞ്ഞു വീഴും പകൽ കിനാവൊരു പക്ഷി. എൻ പകൽ കിനാവൊരു പക്ഷി, പകൽ കിനാവൊരു പക്ഷി. ഞാൻ കണ്ട സിനിമയിലെ പാട്ടാ. നാണിപ്പരുത്തി എന്തിയെ? അമ്മ ഇവിടെ ഇല്ല. കണ്ടത്തിന്ന് പിടിച്ചതാ. ഇന്നലെ പറഞ്ഞേ നല്ല മാല, നല്ല ഫസ്റ്റ് മാലയാ. ചാന്തയുടെ കഴിച്ച കെട്ടിപ്പിടിച്ചു കിടക്കുവാ പളവളാന്ന്. നല്ല വയറ്, കൂമ്പാള പോലെ. അമ്മോ, എത്ര ഇഡലി കൊള്ളും? അമ്മ ഇല്ലേടി ഇവിടെ? ഇല്ല, ചിറ്റമ്മയ്ക്ക് സൂക്കേട് കൂടുതലാണെന്ന് പറഞ്ഞ ആള് വന്നു, അങ്ങോട്ട് പോയി. ചത്തില്ലേ? എന്താണ് അവളം ചാക്കോ നീ ഇവിടെ? നാണിപ്പരുത്തിക്ക് മീനും കൊണ്ട് വന്നതാ. കണ്ടത്തിന്ന് പിടിച്ചതാ. നല്ല ഒന്നാം തരം മീനാ. അവനെ കറി വെച്ചേ, കുറച്ചെടുത്ത് പൊരിച്ചോ. ഇന്നൊരു വല്ലാത്ത ദിവസമാണ്. അത്താഴയുടെ ആക്കളെ ഒന്ന് കറങ്ങിട്ട് വരാം. അവന്റെ ഒരു മീൻകറി വറുക്ക് പൊടിക്കുക എന്നാ വേണോ ചെയ്തോട്ടെ, എനിക്കിതിനൊന്നും നേരമില്ല. നേരെ ഷാപ്പിലോട്ടാ. ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ അടപ്പിക്കണം, അതാ വേണ്ടത്. അയ്യോ പോട്ടെ, കുട്ടിയും കൊണ്ട് കളിക്കാൻ പോണം. പോട്ടെ. സിനിമയ്ക്ക് പോണം. ഉഗ്രം പടവാ. ഏ സർട്ടിഫിക്കറ്റാ. അതെന്തോന്നാ? നാളല്ലേ പരിപാടി മാറ്റരുത്, പോയ വെക്കൂ. ചേട്ടായി, മേരിക്കുട്ടി, കപ്പ വറുത്ത വേണോ? ഞാൻ പോവാ. പഠിക്കാൻ പോവായിരുന്നു. എന്ത് രസമാ. ഒരൈഡിയ, നമുക്ക് മേരിക്കുട്ടിയുടെ കഴുത്തിന് മാലയുണ്ടാം. കാശാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സിനിമയും കാണാം, അമ്മയ്ക്ക് വലുതും കഴിക്കുകയും ചെയ്യാം. എന്താ? പോടാ, അവൾ ചങ്കൂട്ടി കരയും. എനിക്കത് കാണാൻ മേല. ആ, എന്നാ വേറൊരു വഴിയുണ്ട്. ഒരു വില ഇറക്കാൻ മതി. പരിപാടി കഴിഞ്ഞ് കാശ് വെച്ചം വരും. ഇപ്പഴോ? രാത്രിയായിട്ട് മതി. ഇന്നത്തെ പരിപാടി കാണിച്ചില്ല. നാളെ ഉച്ചക്കടി കണ്ടുകളയാം. അത് വേണോടാ. വാ.
ഞങ്ങളെ കാലിക്ക് വന്നേടാ. പേടിച്ചു പോയല്ലേ? ഇല്ല. മുതലയാന്നല്ലേ വിചാരിച്ചേ? അതെ. വരുന്നത് ഞാൻ കണ്ടു. പുഴകൊണ്ടാണോ കാണുന്നേ? പെണ്ണുങ്ങൾക്ക് മുമ്പിലും പിറകിലും കണ്ണുണ്ട്. എവിടാ? നോണ നോണ, മുഴുത്ത നോണ. നേട് നേട്, മുയുത്ത നേട്. വിട് വിട്. വിട് വിട്. വിടാനേ. കൊഞ്ചാൻ കണ്ടൊരു സ്ഥലേ. ഇനിയും പിടിച്ച് വെള്ളത്തിൽ ഇടും ഞാൻ. എന്തിനാണോ പറഞ്ഞു? ഊളൻ. ഇതൊന്ന് നോക്കിക്കേ, പടിഞ്ഞാറനാ. വന്നതേ ഉള്ളൂ. ഓ വന്നു. ആ ഇവൻ കൊള്ളാം. 2 ദിവസമായി കാണാനില്ലെന്നല്ലോ. വണ്ടമ്മേട്ടിനൊരു ഓട്ടം പോയതാ. കുട്ടിക്കാലം കഴിഞ്ഞപ്പോ വീലൊന്ന് പഞ്ചർ. ആരോട് പറയും? പിന്നെ ഒരു വണ്ടി വന്നത്തെ വലിഞ്ഞു കയറി ടൗണിൽ വന്ന് പുത്തൻ ടയറും വാങ്ങിപ്പാൽ രൂപ 3500 ആ പോക്കറ്റിൽ നിന്ന് പോയെ. ഒടുക്കത്തെ കോള്. ഇനി വേണോ? ഈ സമുദായത്തിൽ ഒരെണ്ണം കൂടി പോട്ടെ. എത്രയാ? ഒരു ബെൻസ് ഒന്ന് തൊടാനും. മനം പെരട്ടലായിരിക്കും. അതെ, ഗർഭമുണ്ട്. ആരെങ്കിലും കാണി ചുരുക്കിക്കള. നാണിപ്പരുത്തിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതതിനെ കൊള്ളൂ. പലതിനും കൊള്ളാം. ഞാൻ രാവിലെ വടിച്ചതാ. എന്നാ വെട്ടാം. എടുക്കടാ ഈ കത്തി. എടുക്കാൻ തന്തയ്ക്ക് ചൂട്ടുമില്ലെന്ന് ഏരപ്പേ. എടുക്കടാ കത്തി. തടുവിട ബോംബും പൊട്ടി തോക്കിയിട്ട് നിന്നിരുന്ന് ചീട്ട് കളിച്ചവനാ ഈ മത്തായി. മത്തായിയാണ് മറ്റേത് കാണിച്ചു വരട്ടുന്നത്. ഏത്? മറ്റേത്? ഇതൊന്ന് അടപ്പിട്ട് പോഞ്ഞരെ. പാഴ്സല. നാട്ടുകാരെ പൂട്ടുന്നതിന് മുമ്പ് സ്വന്തം മാറി ഒന്ന് നിലയ്ക്ക് നിർത്താൻ നോക്ക്. എച്ചിക്കുഴി തോണ്ടാതെ. വീണ്ടും വരിക. ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട. അവൻ വല്ലാത്തവനാ. ഓടാ വരട്ടെ. എനിക്ക് വന്നിടത്തല്ല, ഡ്രൈവിംഗാ, ഹെവിയാ. എന്റെ അടുക്കൽ ഒരുത്തരെങ്കിലും കുത്താൻ വരില്ല. പശു ഒന്നിന് 175 രൂപ വില വെച്ച് 4 പശുക്കളുടെ വില എന്ത്? ഇത് കൂട്ടുവാണോ ഗുണിക്കുവാണോ വേണ്ട അമ്മച്ചി? ഞാൻ പറയാം, കിട്ടത്തില്ല. 300 രൂപ കൊടുത്തച്ചാ ഇന്നാള് പാക്കറിന്റെ വീട്ടുകാർ പശുവിനെ വാങ്ങിച്ചേ. പോടാ അവിടുന്ന്. മോളെ, ഒരു പശുവിന്റെ വിലയെ എണ്ണം കൊണ്ട് ഗുണിക്കണം. 175 ഗുണം 4. രാജപ്പനല്ല, അവന്റെ തന്ത വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. ആ അത്രയ്ക്കായോ? എടീ രണ്ടാം കെട്ടെ, അവൻ ഉണ്ടോടി ഇവിടെ? എന്റെ ഒന്നാം കെട്ടിലെ ആ മുടിഞ്ഞ സന്തതി.
മേരക്കുട്ടി sit down. ചാക്കോ come here. മതി മതി, അയൽവക്കത്തുള്ളവർ കടന്നു പുറത്തോട്ടെ. ആർക്കാടേ കിടന്ന് പൊറുക്കേണ്ടത്? ഒന്നും മിണ്ടാതിരിക്കാനേ. വരട്ടെ. എടേ, ഈ രണ്ടാം കെട്ടെന്ന് പറഞ്ഞ എന്തോന്നാ? തെണ്ടാം കെട്ട്. എന്തോന്നാ? തെണ്ടാം കെട്ട്. എന്റെ മാതാവേ, അവനെന്തി ചാക്കോ? ഇതെപ്രകാരാണ് സഹിക്കുന്നത്? പേരില്ല ഞാൻ ഇതൊക്കെ. അയൽവക്കത്ത് പെണ്ണുങ്ങളും പിള്ളേരുണ്ടെന്നെങ്കിലും വിചാരിക്കണം. എന്റെ പോക്കറ്റിൽ കിടന്ന് പേരെടുത്ത് എന്ത് ചെയ്തെന്ന് നീ എടുത്തില്ലേ? നിന്നോടാ ചോദിക്കുന്നത്. നീ എടുത്തോ? എന്നിട്ട് എന്തിയേ? ബോംബെ മിഠായി വാങ്ങിച്ചു. ഒരെണ്ണം മേരിക്കുട്ടിക്കും കൊടുത്തു. എന്താ പരിഹാരം? സാറ് പറ. നമുക്കൊന്ന് ചോദിച്ചു കളയാം. ഈ അയൽവക്കത്തേക്ക് കഴിയട്ടെ. എന്താ? ഇതെന്റെ സ്വന്തം കാര്യം, എന്റെ വീട്. എനിക്ക് തോന്നുന്നു ചെയ്യും, തോന്നുന്നു പറയും. ഒരുത്തരും കോടി ചോദിക്കണ്ട. എന്നാ ഇങ്ങോട്ട് ഇറങ്ങി മാറാ. വന്നാ നീ എന്നാ ഇടാ ഇങ്ങോട്ട് മാറാ ഇറങ്ങി. എന്തോന്നാ മത്തായി ഇത്? ഇതെന്തോ ഒരു ശിക്ഷയാ. ഞാൻ അനുഭവിക്കുന്ന വേദന സാർ അറിയുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തുടങ്ങിയാലോ? മത്തായി, മത്തായി, ഞാനല്ലേ വിളിക്കുന്നത്. വരൂ മത്തായി, വരൂ. ചാന്തേനെ ഞാൻ എവിടെല്ലാം തിരക്കുന്നോ? കടവി നോക്കി, ഇല്ല. വീട്ടിൽ നോക്കി, ഇല്ല. പിന്നെ ഇവിടെയും കൂടെ നോക്കാമെന്ന് ഓർത്തപ്പം ഒറ്റ ഓട്ടം. എന്താ മിണ്ടാത്ത? പിണങ്ങിക്കോ. ഞാനൊരു വലിയ കാര്യം പറയാൻ വന്നതാ. രണ്ടുപേരോടെ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് പാക്കരൻ, ഒന്ന് ശാന്ത. അല്ല, പിണങ്ങി പോവാ? എനിക്ക് ഉദ്യോഗം കിട്ടി. ഉദ്യോഗോ? ആ, എന്തോന്നാ? ഡ്രൈവർ. അല്ല, ക്ലീനർ. പിന്നെ ഡ്രൈവറാവും. എവിടെയാ? അപ്പച്ചന്റെ വണ്ടിയില്. അതാണോ ഉദ്യോഗം? ആട്ടെ, എന്നാ തുടങ്ങുന്നേ? നാളെ മുതല്. കുറെ കഴിയുമ്പോ ഞാൻ പറയും അപ്പച്ചൻ പൊക്കോ, ഞാൻ ഓടിച്ചോളാന്ന്. അപ്പൊ പിന്നെ ഞാൻ ഡ്രൈവർ. അപ്പം ശാന്തേനെയും മേലിക്കുട്ടീനെയും ഏറ്റുമാനൂർക്ക് കൊണ്ടുപോകും. പിന്നെ മലയാറ്റൂരും പോകും. എന്നെ അമ്മ വിട്ടില്ലെങ്കിലോ? നാണിപരിത്യം കൊണ്ടുപോകും. അതിനാ നെല്ലിക്ക ദാ. ഒന്നുകൂടെ ഉള്ളൂ. ദാ. തരൂല. ആ, ഇല്ല. പിന്നെ ശപ്പൻ. എനിക്ക് തല തുടങ്ങുന്നു. ചന്ത, ചിന്നമ്മേ, വണ്ടിയുടെ കീ എടുത്തോണ്ട് വാ. റോയിലുണ്ട്. അരി തീർന്നിരിക്കുക. നാളേക്ക് കൂടി കഷ്ടിച്ച് കാണും. അപ്പച്ച, ചേട്ടായും കൂടെ പോരട്ടെ എന്ന്. ഇന്ന് വേണ്ട, നാളെ മതി. വണ്ടിയിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. ആര്? കുറുവച്ചൻ. ഓ, നടക്ക. ഞാൻ പോവും. ഇതെന്നാ വേഷോ ചാക്കോ? ക്ലീനർ. ചിരിക്കാതെ കൊല്ലും.
നമസ്കാരം കുറുവച്ച. ബാങ്ക് ഇന്നയച്ച നോട്ടീസ് എല്ലാം കിട്ടിയില്ലേ? ഓ, 1ഉം 2ഉം അല്ല, 4 എണ്ണമായിരുന്നു. പണം അടച്ചില്ലല്ലോ. മഴയൊക്കെ ഒന്ന് മാറി ഓട്ടം കിട്ടി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് 2 ടയർ വെടി തീർന്നു. മെയിൻ പ്ലേറ്റ് ഓടി. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങി എല്ലാം ഒന്ന് നേരെയാക്കി വരുന്നേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ടയറും ട്യൂബും പിടിച്ചു നിർത്തിക്കൊള്ളാവുന്ന CC വ്യവസ്ഥയില്ല. ഉണ്ടോ? അത് ഏത്? സിറിയക്കച്ചൻ പറയുകയും ജാമ്യം നിൽക്കുകയും ചെയ്തുകൊണ്ടാ ഈ തുക അനുവദിച്ചു തരും. ഇപ്പോൾ 9,000 ഇഷ്ടം രൂപ കുടിശ്ശികയുണ്ട്. ആ തുക തരാനുണ്ടോ? ഒരു 2 ആഴ്ചത്തെ അവധി കൂടി എനിക്ക് താകൂർ വെച്ച ഞാൻ എങ്ങനെയും അടച്ചു തീർത്തോളാം. ആ കഴിഞ്ഞു തരണം. തരാൻ എന്നെ അപമാനിക്കരുത്. ഇതിൽ അപമാനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ലേറ്റസ്റ്റ് അക്കൗണ്ട് ഇതാണ്. 9,725 രൂപയുണ്ട് അടയ്ക്കാൻ. അടുത്ത തവണയും ആയിരിക്കാം. മത്തായി ചേട്ടന് അല്പം കൂടി സാവകാശം കൊടുക്കണം. ഒരാഴ്ചക്കകം പകുതി തുക അടയ്ക്കും. ബാക്കി 1 മാസത്തിനുള്ളിൽ തീർത്തോളൂ. വിരോധമില്ല, പക്ഷേ വണ്ടി വിട്ടുകൊടുക്കില്ല. അല്പം അയവ് കാണിക്കണം. ഇതൊരു കുടുംബത്തിന്റെ പ്രശ്നമായി കാണണം. 100 കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് ഞങ്ങൾ. അത് ശരിയാണ്. അച്ഛന് ഇതിന്റെ നടുക്ക് നിന്നത് കൊണ്ടാണ് ഇത്രയും വലിയ തുക അനുവദിച്ചത് തന്നെ. 1 മാസത്തെ അവധി മതി, മുഴുവനും തീർത്തോളാം. മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ലോറി തന്നയക്കില്ല. മേലിൽ വീഴ്ച വരുത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്ക്യൂസ് മീ ഫാദർ. രാജു, ആ FD ലെഡ്ജർ കൊണ്ടുവരൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, എന്താടാ? ഇങ്ങോട്ട് വന്നേ. ഇനിയും വേണം. കഞ്ഞിതാ. കഞ്ഞിയില്ല. എനിക്ക് വിശക്കുന്നു. എന്നും ചോറായിരുന്നു. ഇന്ന് കുഴവല്ല വെള്ളവും ഇത്രയും പറ്റും. ഒന്നും കഴിച്ചാൻ തോന്നുന്നില്ല. വല്ല താ കുഞ്ഞമ്മേ. നീ എന്നെ അറിഞ്ഞോണ്ടായി കിണുങ്ങുന്ന്. ഇവിടെ അരിയില്ലായിരുന്നു. അപ്പച്ചൻ രാവിലെ പോയതല്ലേ. ആ പോക്ക് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നിയില്ല. പിന്നെ ഞാൻ മേരിക്കുട്ടിയെ പറഞ്ഞു വിട്ട് അപ്പുറത്തെ ഏലിച്ചേടത്തി വായ്പ വാങ്ങിച്ചോണ്ട് പോയി അരി കൊണ്ടുവന്നിട്ടാ കഞ്ഞി വെച്ചത്. എനിക്ക് വിശക്കുന്നു. കഞ്ഞിതാ. എവിടെങ്കിലും പോയി അരി മേടിച്ചോണ്ട് വാ. എനിക്ക് വിശക്കുന്നേ. വല്ലതും തരാല്ലേ? നിന്നോടല്ലേ പറഞ്ഞു ഇവിടെ ഒന്നും ഇരിപ്പില്ലാന്ന്. ഇതാർക്കാ? അതാ പെണ്ണിനെ വെച്ചിരിക്കുക. 2 കഷ്ണം കപ്പയും തിന്നോണ്ട് അവള് പോയിരിക്കുന്നത്. വിശന്ന് തളർന്ന് കാണും. 2 തവിയേ ഉള്ളൂ. 4 മണിക്ക് വരുമ്പോ കൊടുക്കാൻ വെച്ചിരിക്കുക. എന്റെ മൊമ്മേണെ കുടിച്ചു. കുഞ്ഞമ്മ അവളെ പറഞ്ഞു നിർത്തിക്കൊള്ളാം. വേണ്ട. എനിക്കിവിടെ തരാവോ? വല്ലാണ്ട് വിശക്കുന്നു. ഉള്ളേ പങ്ക് തരാം. ഇങ്ങോട്ടിരുന്നു.
കറിയൊന്നും വേണ്ടേ? വേണ്ട. എവിടാ? എത്ര നേരമായി തന്നെ കാത്തിരിക്കുന്നു. ഇതാ വരുന്നും പറഞ്ഞു പോയ ആള്. ചോറുണ്ണാൻ ചെന്നപ്പോ കഞ്ഞി ഇനി വേണമെന്ന് പറഞ്ഞപ്പോ ഇല്ലാന്ന് ഞാൻ ഇറങ്ങി പോന്നു. വാഴ ചേച്ചിടമ്പിലുള്ള കടയപ്പ പല്ലം വാങ്ങിച്ചു തിന്ന. അതിനുള്ള സാമ്പത്തികം കാലി. നയാ പൈസ ഇല്ല. എന്തൊരു വിശപ്പ, മടുത്തു. പൈസ ഉണ്ടാക്കണ ദൈവം എറിഞ്ഞെന്നെങ്കിലും ഉള്ളു, വേറൊരു വഴിയില്ല. ആ, ഒരു വഴിയുള്ളൂ. ഒത്ത അത് കൊള്ളാം. വീടിക്ക് എവിടെ നിന്നോ? കുട്ടി വരണ്ട. പറ്റുവാ. അപ്പോ ഏത്തപ്പഴം 10, 6 രൂപ. ഇഡ്ഡലി 30, 6 6 12. 12ഉം പരിപ്പുവട പക്ക അവിടെ 2 രൂപ 14. ചായ 2, 14. 14 രൂപ 50 പൈസ. ഇച്ചിരിമില്ലേ ഇച്ചിരി കഴിഞ്ഞു വരാം. ഓ, സന്തോഷം. ആ, അലമാരി വെളുത്തു. മേരിക്കുട്ടി, ആ കിണ്ടി ഇങ്ങോട്ട്. അടുക്കളയിലെങ്ങും ഇല്ല. ആ മൂലയ്ക്ക് കാണും. ഇല്ലെന്നേ, അവിടെങ്ങും ഇല്ല. നീ നോക്കിയാലേ കാണത്തില്ല. കമന്ന പ്ലാവിലെ മലത്തി വെക്കാൻ പറഞ്ഞ കേക്കത്തില്ല പെണ്ണ്. ഞാനിവിടെ എല്ലാം നോക്കിയതാ അമ്മച്ചി. പിന്നെ എവിടെ പോയി? എന്താ നാളി? നമ്മുടെ കിണ്ടി കാണുന്നില്ല അപ്പച്ച. ഇങ്ങോട്ട് ആരും എടുത്തില്ല. നീ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും. ഈ വീട്ടിൽ ഇനി നോക്കാൻ ഒരിടോ ഇല്ല. അത് പിന്നെ എവിടെ പോയി? എന്നാലേ കടപ്പളാൻ വേണ്ടത് പോയി കാണും. മതിയടി. ചാക്കോ എന്തി? അവൻ ഇന്നലെ ഉച്ചയ്ക്ക് പോയതല്ലേ? സംശയിക്കണ്ട, ഇത് അവന്റെ പണിയാ. കൊത്തിപ്പറിച്ച് നെഞ്ചത്തേക്ക് കയറുക. പിന്നെ അതൊന്നുമല്ല. ദേ അവൻ വരുന്നു. എങ്ങോട്ടാ? ചുമ്മാ എന്താന്ന്? വെറുതെ. ഈ നേരം വരെ എവിടായിരുന്നു? നിന്നോട്
ചോദിച്ചേ ഈ നേരം വരെ എവിടെ പോയിരുന്നെന്ന്? ഇതിലെ പോയി കണ്ടത്തിന്ന് ചോറുണ്ടേച്ച് കവലെ പോയി പാക്കറിന്റെ കൂടെ അവിടൊക്കെ നടന്ന് രാത്രി ആയപ്പം ഇവിടെ വന്നു. എന്നിട്ട് പിന്നെ കളത്തിൽ പോയി കിടന്നുറങ്ങി. എന്നിട്ട് നേരം വെളുത്തപ്പം പാക്കരൻ വന്ന് വിളിച്ചു. ഈച്ചരൻ പിള്ളയുടെ കടയിൽ പോയി പുട്ടും കടലയും ഏത്തപ്പഴമൊക്കെ തിന്നു. ആശാര കൊടുത്തേ? പാക്കരൻ ഇനിയുണ്ട്. ഓഹോ, രാത്രി ഇവിടെ വന്നു ഇല്ലേ? ഇല്ല. അടുക്കള കയറിയില്ലേ? ആ കിണ്ടി എടുത്തോണ്ട് പോയത് എന്നാ കാണിച്ചേ? കിണ്ടി പറഞ്ഞോ, അതാ നല്ലത്. കിണ്ടി എന്നാ കാണിച്ചേ? വിറ്റു. വിറ്റോ? ഈ ആഴ്ചയിൽ തന്നെ ഇപ്പൊ കേസ് എത്രയായി? 3. അങ്ങനെ നിലവിൽ 20. അതിനൊരു യോഗം വേണം. യോഗം തെളിഞ്ഞിട്ടില്ല. ഇത് 30 എന്റെ ശ്രമം. പിന്നെ കോടതി വരാന്തയിലേക്ക് താമസം മാറ്റാമല്ലോ. ഇന്നാള് ഷാപ്പി വെച്ച് മത്തായി അച്ഛനോ ഏതാണ്ട് എക്കച്ചക്കൽ ഉണ്ടായെന്ന് കേട്ടല്ലോ. അയാൾ എന്നെ ഒന്ന് കൊച്ചാക്കാൻ നോക്കി. 2 പ്രാവശ്യം ഞാൻ കത്തിയെടുത്തതാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. കരുതിക്കൊണ്ടേ, നാട് മുഴുവനും ശത്രുക്കളാ. അക്കാര്യം ഞാൻ ഏറ്റു. ഒന്നും വന്നേ. വിട്ടുന്നേ. അതെല്ലാം ഇരിക്കട്ടെ. നിർത്തി കൊതിപ്പിക്കാൻ നോക്കിട്ട് നാളെത്രയായി. വേഗം ഒരു തീരുമാനം എടുക്കണം. എന്തോന്ന്? ശാന്തയുടെ കാര്യം. ശാന്ത നിനക്കുള്ളതാ. നാളെത്രയായി തീരുമാനിച്ചിട്ട്? നേർന്ന് കെട്ടിയത് തന്നെ. ഇനി താമസിപ്പിക്കണ്ട. അടുത്ത മാസം തന്നെ നമുക്ക് കല്യാണം നടത്തണം. അതെങ്ങനാ? കെട്ടിയോന് കോടതി തിന്നിന്ന് ഇറങ്ങാൻ നേരമില്ല. പിന്നെന്തിനാ പൊറുതി? ഞാനിതൊക്കെ നിർത്താൻ പോവുക. ബിസിനസ് മോശം, മുഴുവൻ പരാതിയാ. വലിയ വിളമ്പ് കഴിഞ്ഞോ? എന്തോന്ന്? ആ മുടിഞ്ഞവന്റെ ഒടുക്കത്തെ കുട്ടകം നിറച്ചു വിളമ്പി അടച്ചു വെച്ചോന്ന്. എന്തൊക്കെയായി പറയുന്നത്? അവൻ ആരാ? ഇവിടെ ഉള്ളവരൊക്കെ അവന്റെ ആരാ? അവന്റെ പ്രജകള്. വെച്ച് വിളമ്പി കലത്തോടെ മറിച്ചിട്ട് കൊടുക്കുന്ന ചെറ്റകള്. ദൈവദോഷം പറയല്ലേ. എന്തോന്ന് ദോഷം? അവൻ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്? കണ്ട എച്ചുക്കുഴി മുഴുവൻ അടിച്ചു വരെ നടന്നിട്ട് ആ പട്ടി രാത്രി പാത്രം പതിക്കുമ്പോൾ അടുക്കള കയറും. കുഞ്ഞമ്മ പാത്രത്തിൽ വെച്ച് വിളമ്പി ആമുക്കിയൊക്കെ വെച്ചേക്കും. എനിക്കതേ കഴിയത്തുള്ളൂ. അവന് വിളമ്പി വെച്ചിട്ടേ ഞാൻ മറ്റൊരു പാത്രം നീക്കി വെക്കാറുള്ളൂ. കൈ അങ്ങനെ ശീലിച്ചു പോയി. ശീലിച്ചെങ്കി പണി ഞാനുണ്ടാക്കാം. ഒന്നുമില്ല. കഞ്ഞി വെള്ളം പോലും വെച്ചിട്ടില്ല. മുടിഞ്ഞ കുഞ്ഞമ്മ. എനിക്ക് വിശക്കുന്നു. ഇന്നവരെ നുറുക്കും. വന്നു വന്ന് ഓടിപ്പിരുന്നു. ആ വസുവിന്റെ പേശ പിന്നെ അങ്ങോട്ട് പോവണ്ട. പോയടാ പട്ടി. നിനക്ക് കൊലച്ചോറും കൂടെ വന്നേ എന്റെ കൈ കിട്ടും. നീ ഞാൻ വെട്ടിയായിരിക്കടാ. കൈമൻ രാജാവ്
അകവഞ്ച് പുറവഞ്ച് അഞ്ചൂടപ്പുറം അഞ്ചൂടപ്പുറം. പകരൻ ഓരോ കളിയിലും കോളടിക്കാണല്ലോ. വാരടാ വാര. ഇന്നെന്തോ ഉണ്ട്? വളരെ മോശമാ. 10 or 15 കാണും. കളിക്കാരും വന്നിട്ടില്ല. ആ ഉള്ളതാണ്. ഇന്നാർക്കാ കോള്? ആ ഭാസ്കരനാ. ഏത് ഭാസ്കരൻ? ഗോപാലിന്റെ മൻ ചട്ടുകാലൻ. ഞാൻ നിർത്തി. 2 കൈ കൂടി ഇരിക്കുക. അതിനെ ഏർപ്പാടാ. പോവാതിരാവേ. അവന്റെ ഒരു പോക്ക് കണ്ടോ? ചട്ടുകാലൻ കാണാൻ തൂത്തുവായി. അവന് പറ്റിയോ? കാണാറില്ലല്ലോ. ആ ചാക്കയുണ്ട്. ഏത് ഊഴനോ? വല നിറച്ചുണ്ടാക്കാനേ ഒരു മോശമില്ല. ചീട്ട് മേശപ്പണമൊക്കെ കൊടുത്തോടാ. അതൊക്കെ അപ്പോഴേ കൊടുത്തു. രണ്ടുപേരുടെയും ഒന്നേ കിട്ടിയുള്ളൂ. ഒരാളെ കളിച്ചുള്ളൂ. ചാക്കോ കണ്ടിരിയായിരുന്നു. കണ്ടിരിയും കയറ്റിയൊന്നും കളത്തിലില്ല. മര്യാദക്ക് രണ്ടുപേരുടെ പൈസ കൊടുത്തിട്ട് പോ. ഞാൻ തരില്ല. എന്താണ് പറഞ്ഞത്? പട്ടി. ഞാൻ ചീട്ട് കളിച്ചില്ല. എനിക്ക് ചീട്ടുകൾ അറിയാനും വയ്യ. പിന്നെന്തിനാ പൈസ കൊടുക്കുന്നത്? എന്തിനാ കളിച്ചേ? തല്ലാതെ കാര്യം പറ. തല്ലാതെ തല്ലാതെ. അയ്യോ അയ്യോ അടിക്കരുത്. അയ്യോ ചാക്കോ അടിക്കരുത്. അയ്യോ അയ്യോ ഇതെന്ത് കാണിക്കുന്നത്? നല്ല ഒന്നാന്തര സ്റ്റണ്ട്. ബോംബ് പൊട്ടുന്ന മാതിരിയുള്ള അടി. രാജപ്പൻ സ്ഥലം വിട്ടത് തന്നെ. അവന്റെ റൗഡിക്കളി ഇനി ഇവിടെ എങ്ങും ചെലവാകത്തില്ല. കാശ് എന്നാ കിട്ടിയടാ? അതെല്ലാം ഉണ്ടാശാനെ. നമുക്ക് നേരെ സിറ്റിയിലേക്ക് വിട്ടേക്കാം. ചെല്ലുമ്പോഴാ ഉണ്ണണം. സ്പെഷ്യൽ കൂട്ടി തന്നെ ഉണ്ടുകളയാം. എന്താ? പിന്നെ ഒരു സിനിമ, പൊടി പൊടിച്ചൊരു കാപ്പി. വേണ്ട, എനിക്ക് ചോറ് മതി. എത്ര നാളായി വയറ് നിറച്ച് വല്ലതും കഴിച്ചിട്ട്. അതൊക്കെ ഓടാതെ ഓടാതെ. എന്റെ ചാക്കോ ജീവിക്കുന്നെങ്കിൽ ടൗണിൽ തന്നെ ജീവിക്കണം. നമ്മുടെ ഇവിടുത്തെ പോലുള്ള പരട്ട ചായക്കടൊന്നുമില്ല. നല്ല മുട്ടൻ ഹോട്ടല്ല. ഏതെല്ലാം തരത്തിലുള്ള പലഹാരങ്ങളാണെന്ന്. കണ്ണാടിപ്പെട്ടിക്ക് അത് കുന്നുപോലെയാ കൂട്ടിയിട്ടിരിക്കുന്നത്. ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അയ്യോ ചാക്കോ, ചാക്കോ, അയ്യോ ചാക്കോ, അയ്യോ 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 ഓടി വായോ ചാക്കോയെ കുത്തി. അവിടെ തൊടാതെ, ഭയങ്കര വേദനയാ. ഇവിടെ എല്ലാം നീർന്ന പോലെ. ഇന്നലെ നൊന്ത് ഉറങ്ങിയിട്ടില്ല. വയറ് കത്തുവാ. നല്ല വേദനയുണ്ട്. കുടല് മുറിഞ്ഞു കാണും. അതൊന്നുമില്ല, നീ ഒന്ന് അടങ്ങിക്കിടക്ക്. ഞാൻ ഒന്നും ചെയ്തില്ല കുഞ്ഞമ്മ. പിന്നെന്തിനാ അവൻ എന്നെ കുത്തിയെ? എന്താ ചാക്കോ, ഉറക്കമൊക്കെ സുഖമായോ? ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര വേദനയാ. പിന്നെയോ? പിന്നൊന്നുമില്ല, കുടല് മുറിഞ്ഞു കാണും. ആഹാ, ഇവിടെയാണോ കുടല്? അറിയാൻ മേല. അവൻ എന്തിനാ എന്നെ കുത്തിയെ? മര്യാദക്ക് ഇരിക്കാഞ്ഞിട്ട്. സാരമില്ല, ഇനി വയറ് നിറച്ചു വല്ലതും കഴിച്ചോളൂ. കുഞ്ഞമ്മ റൊട്ടിയും പഴവും ചോറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. എഴുന്നേൽക്കല്ലേ, കുടല് പുറത്ത് ചാടും.
ഇവിടെയാ കുത്തിയെ. ഇന്നലെയെല്ലാം ഇവിടെയും വയറ്റിലും ഒക്കെ വേദനയായിരുന്നു. ഇപ്പൊ ഭയങ്കര വിശപ്പാ. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ ഇരിക്കാം. അധികം തിന്നണ്ട. എന്താ? കുടലും മുറിഞ്ഞിരിക്കല്ലേ? പറ്റ. അമ്മ പ്രതിഭാഗം, മോള് വാദിഭാഗം. കോടതി കറങ്ങി തന്നെ. ചാക്കോച്ചന്റെ പ്രിയമുള്ള പരിപ്പുട സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇതാ കഥയറിഞ്ഞു. സംഗതി കേസിലായി. ഞാനിപ്പം ജാമ്യത്തിൽ തുടങ്ങി. ദുഷ്ടൻ. ഇതെന്നാ വീടിയാ? ചൂട്ട് പോലിരിക്കുന്നു. ഒരു സിഗരറ്റ് തന്നെ. ചാക്കോ അല്ലേ വരുന്നത്? അവിടെ ഞാൻ നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? പിന്നെന്തിനാ നീ എന്നെ കുത്തിയെ? പറയടാ, എന്തിനാ നീ എന്നെ കുത്തിയെ? ചേട്ടായി, അപ്പച്ചനെന്തിയെ? അങ്ങേപ്പുറത്തുണ്ട്. ചേട്ടായിയെ കാണാൻ വരാഞ്ഞിട്ട് അമ്മച്ചി ഏതാണ്ടൊക്കെ പറയുകയും കരയൊക്കെ ചെയ്യും. അപ്പച്ചന് എന്നാ ദേഷ്യമായിരുന്നു. വന്നോ? എങ്ങോട്ടാ? എങ്ങോട്ടാണെന്ന്? അപ്പച്ച, നിനക്ക് അങ്ങനെ ഒരാളില്ല. ഇങ്ങോട്ട് മാറിക്കടി. ഞാൻ മിണ്ടിപ്പോരുത്. പോടാ പുറത്ത്. നിങ്ങൾക്ക് എന്താ? അവൻ പിന്നെ എവിടെ പോവും? വിഴുപ്പരേക്കാൻ പോട്ടെ. ആ പരുത്തിപ്പണിയുടെ കൂടെ. നിന്നോടാ പറഞ്ഞേ, ഇറങ്ങാൻ പറ്റി പുറത്ത്. വാടി ഇവിടെ. ഇറങ്ങാ പറ്റി. അമ്മ എവിടെ പോയി? ഇവിടില്ല. എപ്പോഴാ പോയത്? അറിയില്ല. ആശുപത്രി പോയി അല്ലേ? ഉവ്വ്. ആരെ കാണാനാ? ഉദ്ദേശിച്ച ആളിനെ തന്നെ. എന്നിട്ട് കണ്ടോ? കണ്ടു. അവനെ കുത്തിയത് ഞാനാ. കൊല്ലേണ്ടതായിരുന്നു. എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അത് നിന്റെ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടാ. എനിക്കിത് സംസാരിക്കാനുണ്ട്. എനിക്ക് സമയമില്ല. നമ്മുടെ കല്യാണത്തെ പറ്റിയാ. എനിക്കത് അറിയണ്ട. കാരണം പെണ്ണുകെട്ടി ചിലർക്ക് ചീട്ടുകളി പോലെയാണ്, വേറെ ചിലർക്ക് ഉണ്ണാനും ഉറങ്ങാനുമുള്ള തൊഴിലാണ്. ശാന്തേ, വിട്. ഞാനിപ്പോ ഇരുത്തി എന്തിയെ?
എനിക്ക് വല്ലാതെ വിശക്കുന്നു. പകല പകല പാക്കത്തില്ലേ ഇവിടെ? ഇവിടെ ഇല്ല. എവിടെ പോയതാ? അവനെ അമ്മാവനെയും കൂട്ടി മലബാറിന് അയച്ചിരിക്ക, പേരമ്മയുടെ അടുത്ത്. അവനിനി ഇങ്ങോട്ട് വരത്തേ ഇല്ല. എന്നെ ഇട്ടു പോയോ? എടാ 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 എന്നെ ഏർപ്പെടാ ഇത് തന്നേനെ മുതൽ പോലെയാണല്ലോ. എനിക്ക് വിശക്കുന്നു. വിശക്ക് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറ, ബാക്കിയുള്ളവന്റെ വയറ്റിൽ തെറിക്കാതെ. അങ്ങോട്ട് ചെന്ന് പറയാനേ, ഓടാ പോ. ആ ശാസ്താംകുന്നിലെ മാവേലെ ഒരാൾ തൂങ്ങി നിൽക്കുന്നു. ഒന്നടിച്ചിറക്കാവോ? 10 പൈസ തരാം. മുടിയട്ടെ, എല്ലാരും മുടിയട്ടെ, തൂങ്ങിച്ചാകട്ടെ. ഇവൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ആ എന്തിനാണെന്ന് ആർക്കറിയാം? എടോ ചാക്കോ നിർത്താൻ, ചാക്കോ നിർത്താൻ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. അവന് കിറുക്കാം. ചാക്കോ ഇറങ്ങി വരാൻ. നോക്കി ഒന്ന് എണ്ണീറ്റേ. എന്തോ എഴുന്നേക്കുന്നേ. ഓ. എന്തൊരു പട്ടിയുരയാണെന്നോ. എത്ര നേരമായി തുടങ്ങിയിട്ട്. വടക്ക് പുറത്തുനിന്നാ. എവിടെ? ഒഴുക്കത്തെ കയറ്റം. ഇത് വീട്ടുകാരൻ കള്ളം തന്നെയാണല്ലോ. കണ്ടോ ചാക്കോ അല്ലേ? ഒഴുക്കത്തെ വസൂരി നിന്റെ തല തെറിപ്പിച്ചതിന്റെ കാര്യം. ഇറങ്ങാൻ. എനിക്ക് വിശക്കുന്നു. ഇന്ന് ഞാൻ എറിയല്ലേ, എറിയല്ലേ, എറിയ ഞാനും എറിയും. ചാക്കോ എറിയരുത്, എറിയരുത്. എന്റെ മാതാവേ. ആ വെട്ടുകത്തിക്കെടുത്ത് പാടി ഇവനെ അരിഞ്ഞ് ഈ തെങ്ങിൻ ചോട്ടിലിടണം. എടാ ഇറങ്ങാൻ. മാണിക്കോ, തേങ്ങ ഞാൻ തലയിലിടും.
മത്താജ് മാറി എടുക്ക്, അവന് കിറുക്ക. ഇവന്റെ മുടിഞ്ഞ കിറുക്ക് ഞാൻ ഇറക്കും. വെട്ടി വേണി. ദുഷ്ടനാ. അവനെ ഇനി ഞാൻ കുഴിച്ചു പോടും. മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ബോധമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ആയാലോ? ചാക്കോ തേങ്ങാറ്റിട്ട് ഇറങ്ങി വാ. അയാളെ പിടിച്ചേട്ടെ, ഞാൻ വരാം. ഇതെന്റെ ഒടുക്കത്തെ കയറ്റവാ. ഇതൊക്കെ മഹാ മോശമല്ലേ? ചാക്കോ നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണേലും തരാം, ഇറങ്ങി വാ. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളൂ, ഇറങ്ങി വാടാ, പരിഹാരം ഉണ്ടാക്കാം. എടാ ഇറങ്ങി വാടാ. വേണ്ട വേണ്ട, പറ്റിക്കാനാ. എല്ലാരും പൊക്കോളി, എല്ലാരും പൊക്കോ. അവന് ഇഷ്ടം പോലെ എന്ത് വേണം ചെയ്തോട്ടെ. പൊക്കോ പൊക്കോ. നമുക്ക് പോവാം. ചേട്ടായി ഇറങ്ങി വാ, ആരും ഒന്നും കാണിക്കത്തില്ല. ഇറങ്ങി വാ, ഞാനല്ലേ വിളിക്കുന്നേ. എല്ലാരും പോയാ? പോയി. എല്ലാരും പോയാ? എല്ലാരും പോയി. ചേട്ടായി ആ രാജപ്പൻ എന്താടി ഒരു കുറവ്? നല്ല ആണത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബം നടത്താനുള്ള വക അവൻ നേടിയിട്ടുണ്ട്. നിന്റെ തെമ്മാടിത്തരം കൊണ്ട് ആദ്യം അവൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതാ. കുടുംബത്തിന്റെ പുണ്യം കൊണ്ട് ഒടുവിലങ്ങ് സമ്മതിച്ചു അല്ലേ? ഒന്നുകളെ ഞാൻ, ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അമ്മയ്ക്കും മകൾക്കും കൂടി ഒരു ഭർത്താവ്, അത് വേണ്ട. അവളുടെ ചേട്ടായി, 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 ചേട്ടായി എന്നോട് കരുവാണോ? ചേട്ടായി ഒന്നും ചെയ്യത്തില്ലെന്ന് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിട്ടാ തെങ്ങേന്ന് ഇറങ്ങി വരാൻ ഞാൻ പറഞ്ഞത്. പിടിച്ചു കേട്ടോന്നൊന്നും ഞാൻ ഓർത്തില്ല. എന്റെ ചേട്ടായി അല്ലേ, എന്നോടൊന്നും മിണ്ടിക്കേ, അരിശമില്ലെന്നൊന്ന് പറഞ്ഞ്. ചേട്ടായി നിന്നോട് ഞാൻ പിണങ്ങില്ല. നെറ്റിയിൽ വല്ലാതെ മുറിഞ്ഞോ? കുഞ്ഞേപ്പി ചേട്ടൻ ലൈറ്റിനടിച്ചതാ. എന്നെ ഒന്ന് ഇറക്കി വിട, എനിക്ക് അവന്മാരെല്ലാം കൊല്ലണം. താക്കോല അപ്പച്ചന്റെ കയ്യില. എവിടെ പോയതാ? വൈദ്യന്റെ അടുത്ത്. വരാറായി. ഇവിടെ എങ്ങും വന്നേക്കരുതെന്നാ അപ്പച്ചൻ പറഞ്ഞേക്കുന്നെ. ചേട്ടായിക്ക് കിറുക്കാണെന്ന്. ആയൊക്കെ കിറുക്ക്? ഈശോയാണ് സത്യം, എനിക്ക് കിറുക്കില്ലടി മേരിക്കുട്ടി. കുഞ്ഞമ്മ എവിടെ? പശുവിനെ കെട്ടാൻ പോയതാ. കുഞ്ഞമ്മക്ക് എന്നോട് കരുവാ. ഒരു തവി കഞ്ഞേ തന്നുള്ളൂ, വിശന്ന് പ്രാണം പൊരിയുവാ. അയ്യോ ചേട്ടായി, വേണ്ട ചേട്ടായി, തല പൊട്ടിപ്പോൻ ചേട്ടായി. അയ്യോ ചേട്ടായി, വേണ്ട വേണ്ട. പൊട്ടട്ടെ, പൊട്ടിച്ചാകട്ടെ. വേണ്ട ചേട്ടായി, തല പൊട്ടിപ്പോ. വേണ്ട ചേട്ടായി. പൊട്ടട്ടെ. മേരിക്കുട്ടി, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ഈ കിറുക്കൻ്റെ ഒക്കെ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ എന്ന്? ചേട്ടായിക്ക് കിറുക്കില്ല. നീയാണോട് നീ ചെയ്യിക്കുന്നത്? അയ്യോ
ഇറങ്ങില്ലടാ പുറത്ത്. ഈ പറമ്പി കാലുകുത്തിയ വെട്ടിയറിയിക്കാൻ. ചിന്നമ്മേ, എടീ ചിന്നമ്മേ, ഇവിടെ വെച്ചിരുന്ന കുപ്പിംഗ് ഗ്ലാസ് ഇവിടെ. ഇല്ല, ഇനി ഞാൻ അനുവദിക്കത്തില്ല. കുടുംബം കുളം തൊണ്ടാറായി. ഇങ്ങനെ പോയാ എനിക്ക് എന്റെ കെട്ടുതാലി പോയി പോകും. നമ്മുടെ വീടിന് തീ പിടിച്ചിടി. മോന്തായം കത്തി വീണുകൊണ്ടിരിക്കുക. എന്നാലും ഒരു പൊലി പോലും നിന്റെ ദേഹത്ത് വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഇത് സത്യം, സത്യം. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, ചോരല്ല. എനിക്ക് പ്രാന്തില്ല കുഞ്ഞമ്മേ, ചുമ്മാ പറയുന്ന. കുറെ കൂടെ ചോറുക. 2 പിടി ചോറെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നു. 2 തവി വെള്ളവും. വെള്ളം വേണം. കുഞ്ഞമ്മ, വെള്ളം വേണം. കുഞ്ഞമ്മ, ഇനിയും വെള്ളം വേണം. വലിക്കാതെ, അവനെ വലിക്കാതെ. വീട് വീട് ഭയങ്കര കുഴിയാ. വീടാൻ വീട്. അവൻ പാവമാ, ഞാൻ വിടില്ല. അയ്യോ, എന്താ ഇത്? എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്തോന്നാ ഇത്? കൊച്ചു പിള്ളേരെക്കാ കഷ്ടമായാലും. കിടന്നുറങ്ങിക്കേ.
അല്ല ബേബിയോ? ആ. നീ എപ്പോ വന്നടാ? ഉച്ചയോടുകൂടി. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ആ ചെറുത് രണ്ട് മരുന്നാണ്, നസ്യത്തിനും കഷായത്തിനും. ഒരു ജോലി കിട്ടി, നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിലെ വണ്ടിയെ. ഒരാഴ്ചയായുള്ളൂ. നീ ഇരിക്ക. ആ, നിന്റെ ആങ്ങളയ്ക്ക് കാപ്പി കൊടുത്തോ? കൊടുത്തു. അവൻ പോവാൻ നിൽക്കുവാ. ഓഹോ. അളിയൻ വന്ന് കണ്ടിട്ടാകട്ടെന്ന് കരുതി. അല്പ തിരക്കുണ്ട്. ഈ ചെറുക്കൻ ഇവിടെ ഇട്ടയ്ക്കാനാണോ ഭാവം? ദൈവം തന്ന കുരിശ, അത് ചുമക്കുക തന്നെ. ഞാൻ അതല്ല പറഞ്ഞത്. അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. ഈ നസ്യവും തളവും കഷായവും കൊണ്ടിരിക്കാതെ ഞാൻ പറയാം, ആ ഊളംപാറ ആശുപത്രിയിൽ കൊണ്ടാക്കിയാൽ മതി. എവിടെയാ അമ്മച്ചി ഊളംപാറ? തിരുവനന്തപുരത്ത്. അവിടെ എന്നാ? ഭ്രാന്തന്മാരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രി. അത് വേണ്ട, അവനെ അവർ ശരിയാക്കും. വേണ്ട പച്ച, ചേട്ടായിയെ കൊണ്ടുപോവണ്ട. വേണ്ട പച്ച, വേണ്ട, കൊണ്ടുപോവണ്ട. പണത്തിന് ഞെരുക്കമുണ്ട് ബേബി. ജോലിക്ക് ചേർന്നല്ലേ ഉള്ളൂ. അവിടുന്ന് ഒന്നും കിട്ടാറായില്ല. ചോദിക്കാനും വയ്യ. 100-500 രൂപയുടെ ചെലവ് വരും. അത് ഞാൻ ഉണ്ടാക്കാം. മറ്റന്നാൾ വരെ ഈ വീടിന് ഇത്തിരി സ്വസ്ഥത കിട്ടട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതാ കാപ്പി വേണമെന്നുള്ള ഒഴിച്ചു കുടിച്ചോണം. കാപ്പിയേ ഉള്ളോ? വെളുമ്പനും ചൊമ്പനും ഒന്നും ഇല്ലേ? ആകെക്കൂടെയുള്ള കല്യാണം. ആണും തൂണും ഇല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഞങ്ങള് രാജപ്പൻ ചേട്ടൻ മേടിച്ചോളാം. നാളെ ആകട്ടെ. വരുന്നു. എന്താ സരസു? ശർക്കര എവിടെ ഇരിക്കുവാ? എടുത്തോണ്ട് എല്ലാം പറഞ്ഞു. വിളയിക്കാനാ? ആ തെക്കേ മൂലയില് ഭരണിയുടെ അപ്പുറത്ത് ഒരു കൂടയിൽ ഇരിപ്പുണ്ട്.
എന്റെ മോളെ ഇതെന്തൊരു ഇരിപ്പാണടി കൊച്ചേ. നാളെ പന്തലിൽ ചെന്ന് നിൽക്കുമ്പോഴേ കണ്ണും കുറിയും കരിവാളിച്ചിരിക്കും. എന്റെ മോളെ എഴുന്നേറ്റ് ഒന്ന് ചെല്ല്. ചെല്ല് ചെല്ല്. ഞാൻ വരുന്നു. ചെല്ലു മോളെ. ശർക്കര ഇപ്പൊ കൊണ്ടുവരും. സരസ് എടുക്കുന്നുണ്ട്. അതോടെ കിട്ടിയ ഉപ്പേരി റെഡി. ഇതാ പന്തലിലേക്കുള്ള സാരിയും ബ്ലൗസ്. അമ്മായി പൈസ കൊടുത്ത് ഓടിച്ചല്ലോ. ശാന്തയ്ക്ക് നല്ലപോലെ ഇണങ്ങും. നല്ല തേച്ചു കൂട്ടിയതുപോലെ ഇരിക്കും. അവള് ഭാഗ്യമുള്ളവളാ. ചേട്ടായിയെ ഊളംപാറയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പച്ചന് സമ്മതിച്ചു. അവിടെ ഇടിയും ചതയുമാണെന്ന് പറഞ്ഞ് അമ്മച്ചി കരയുന്നേ കണ്ടു. ഞാൻ എല്ലാം കേട്ടു. അപ്പച്ചൻ ഒളിച്ചു വെച്ചിരുന്ന താക്കോലും എടുത്ത് ഞാൻ പോന്നു. ബേബി അച്ഛൻ നാളെ വരും. അതിനു മുമ്പ് ചേട്ടായി എവിടെയെങ്കിലും ഓടിപ്പോക്കോ. കുട്ടി ഞാൻ പോട്ടെ, പിന്നെ വരാം. പൊക്കോ പൊക്കോ ചേട്ടായി പൊക്കോ. ഇവിടെ എങ്ങും നിക്കണ്ട. കുറുപ്പേ, വേഗമായിട്ട് ഇറങ്ങിക്കേ. എന്നെ കൊണ്ട് പറ്റില്ല സാറേ. 20 രൂപ തരാം. 20 അല്ല 200 തന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. വെള്ളമുണ്ട്, പക്ഷെ കിണറ്റിൽ ഒരു ശവം കിടപ്പുണ്ട്. എടുക്കാൻ ആളില്ല. ഞാൻ എടുക്കാം. 20 രൂപ തരാം. പറ്റുമെങ്കിൽ നോക്ക്. എടുക്കാം. രൂപ വേണം. കയറി വിട്ടോട്.
നടുവിലോട്ട് പോടാ. ഞാൻ ചെയ്തു തരാം. ഒരു കൈ കയറി പിടി. ഒന്നിച്ച് മുടിപ്പിടിടാ, മുടിപ്പിടി. ഒരുപോലെ കയറട്ടെ. അങ്ങനെ എല്ലാരും ഒത്തു വലിച്ചേ. വലിയ ഇങ്ങോട്ട് കിടക്കും. അവിടെ എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു.